ഹായ് ഓൾ, നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ യൂണിറ്റ് 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. യൂണിറ്റ് 3യുടെ പേരെന്താണ്? എംബ്രേസിങ് ഡിഫറൻസസ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഒരുപാട് വൈവിധ്യങ്ങളുണ്ടല്ലേ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ അംഗീകരിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് യൂണിറ്റ് 3 എംബ്രേസിങ് ഡിഫറൻസസ്. താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഓഡ്രെ ലോഡിൻ്റെ ഒരു കോട്ടാണത്. ഇറ്റ് ഈസ് നോട്ട് അവർ ഡിഫറൻസസ് ദാറ്റ് ഡിവൈഡ് അസ്, ഇറ്റ് ഈസ് അവർ ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ്, അക്സെപ്റ്റ് ആൻഡ് സെലിബ്രേറ്റ് ദോസ് ഡിഫറൻസസ്. അപ്പോൾ നമ്മളെ വേർതിരിക്കുന്നത് നമ്മൾക്കിടയിലുള്ള വ്യത്യാസങ്ങളല്ല. എന്താണ് നമ്മളെ വേർതിരിക്കുന്നത്? അത്തരം വ്യത്യാസങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിയാതെ വരുമ്പോഴാണ് നമ്മളുടെ ഇടയിൽ വേർതിരിവുണ്ടാകുന്നത് എന്നാണ് ഓഡ്രെ ലോഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സൈൻസ് ബിലോ. അപ്പോൾ ഇവിടെ ഒരുപാട് സൈൻസ് കൊടുത്തിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? എന്തൊക്കെ സൈൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ദീസ് സൈൻസ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ്. അപ്പം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഡിസബിലിറ്റീസ്, വിവിധതരം വൈകല്യങ്ങൾ കാണിക്കുന്ന സൈൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആദ്യത്തെ, എ പേഴ്സൺ വിത്ത് എ കെയിൻ, വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഓർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഒരു വ്യക്തി കെയിൻ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത്? വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഓർ ബ്ലൈൻഡ്നെസ്, കാഴ്ച വൈകല്യമാണ് അവിടെ കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ, ആൻ ഇയർ വിത്ത് സൗണ്ട് വേവ്സ് ആൻഡ് എ സ്ലാഷ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഓർ ഡെഫ്നെസ്. അപ്പോൾ രണ്ടാമത്തെ എന്താണ് കാണിക്കുന്നത്? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഒരു ചെവിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ചെവിയിലൊരു തടസ്സം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവി വൈകല്യം ആണ് അവിടെ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടു ഹാൻഡ്സ് മേക്കിംഗ് എ ജെസ്ചർ, സ്പീച്ച് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി. ഒരു പ്രത്യേക ജെസ്ചറാണ് അവിടെ കാണിക്കുന്നത്. ഈ ആംഗ്യത്തിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സ്പീച്ച് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി അല്ലേ. നമ്മളിപ്പോൾ ഈ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനോ ഒക്കെയുള്ള പ്രയാസമുള്ള ആളുകൾ, ഊമ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചിട്ടായിരിക്കും, ആംഗ്യങ്ങളും ഒക്കെ കാണിച്ചിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ ആ പിക്ചറിലൂടെ കാണിക്കുന്നത്. ഇനി നാലാമത് എന്താണ് കാണിക്കുന്നത്? എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ, ഫിസിക്കൽ ഓർ മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്. ഒരാൾ വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അല്ലേ. അതെന്താണ്? ഫിസിക്കൽ ഓർ മൊബിലിറ്റി, അതെ, നടക്കാനോ നീങ്ങാനോ ഒന്നും കഴിയാതെ വരുന്ന അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം 4 സൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി താഴെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. വൈ ഡു യു തിങ്ക് ദീസ് സൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? ഡിസ്കസ്. അപ്പോൾ പബ്ലിക് പ്ലേസിലൊക്കെ ഇത്തരം സൈനുകൾ നമ്മൾ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? These signs are important in public places because they help inclusion for people with disabilities. അപ്പോൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഇത്തരം അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ വിവിധതരം വൈകല്യങ്ങളുള്ള ആളുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്
അവരെയും കൂടെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരെയും കൂടെ നമ്മുടെ ഇടയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം സൈനുകൾ അവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോകാം. എന്താണ് ലെസണിൻ്റെ പേര്? 6 dots. ജെൻ ബ്രയാൻ്റെ 6 dot എന്ന് പറയുന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹൗ ഡു വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? അപ്പോൾ നമുക്ക് വിഷ്വലി ചലഞ്ചായിട്ടുള്ള പീപ്പിൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും. അതെ, കണ്ണ് കാണാത്തവർ, കാഴ്ച വൈകല്യമുള്ളവർ. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ ലോകത്തെ കാണുന്നത്? ലെറ്റ്സ് റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ലൂയിസ് ബ്രെയ്ലി, ഹു ചേഞ്ച്ഡ് ദ വേൾഡ് ഓഫ് വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ. അത്തരത്തിലുള്ളൊരു ആളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറുപ്പത്തിലേ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ അദ്ദേഹം മറ്റൊരു സംഭാവന കൂടി ഈ ലോകത്തിന് വേണ്ടി ചെയ്തു. പ്രത്യേകിച്ച് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പീപ്പിൾ, അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു മഹത്തായ ഒരു സംഭാവന കൂടി അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി ചെയ്തു. അതും കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. 6 dots by Jen Bryant. My life changed that day. I had been playing with Papa's awl. It proved too sharp for my eyes. You are too careless, Louis, Papa cried in distress. അപ്പോൾ ഒരു ദിവസം അവൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. ആ ദിവസം അവൻ്റെ അച്ഛൻ്റെ തുകൽ സൂചി കൊണ്ട്, തുകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെതർ. ഓൾ എന്ന് പറഞ്ഞാൽ ലെതറൊക്കെ തുന്നുന്ന സൂചിയാണ് ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം അവൻ ആ സൂചി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അറിയാതെ അത് അവൻ്റെ കണ്ണിൽ കുത്തി. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞത്? നീ വളരെ കെയർലെസ് ആണ്, നിനക്കൊട്ടും ശ്രദ്ധയില്ല. പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. പപ്പയ്ക്ക് വളരെ വിഷമമായി. എ ഹീലർ ബാൻഡേജ്ഡ് മൈ ഐ, ബട്ട് ദ ബാൻഡേജ് ഇച്ച്ഡ് സോ മച്ച്. അപ്പോൾ ഒരു ഹീലർ, പണ്ടത്തെ കാലത്തെ ഒരു ഡോക്ടറായിരിക്കാം, അവൻ്റെ കണ്ണ് ബാൻഡേജ് ചെയ്ത് വെച്ച് കെട്ടി. ബട്ട് ബാൻഡേജ് ഇച്ച്ഡ് സോ മച്ച്. പക്ഷെ അവനത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അനുഭവപ്പെട്ടു. അവനവിടെ ചൊറിച്ചിലും മറ്റും അനുഭവപ്പെട്ടു. മൈ ഹാൻഡ്സ് ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ് വെർ സ്മോൾ ആൻഡ് ക്വിക്ക്. അപ്പോൾ അത് ഒട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. വളരെ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ആയിരുന്നു അവൻ അവിടെ ഫീൽ ചെയ്തത്. അതവനൊട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡിൻ കീപ് ദം എവേ. അപ്പോൾ അവൻ തൻ്റെ കൈകൾ കൊണ്ട് അതിനെ തിരുമ്മാൻ ശ്രമിച്ചു. മൈ ഹാൻഡ്സ് ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ്. അപ്പോൾ അവൻ ചെറിയ കുട്ടിയാണ് അല്ലേ, അവൻ വളരെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവൻ്റെ കൈയെ അവനെ അടക്കി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ മരങ്ങളിലൊക്കെ കാണുന്ന കുരുവികളെ പോലെ വളരെ വേഗത്തിലും ചെറുതുമായിട്ടുള്ള അവൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടിരുന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു മേക്ക് തിങ്സ് വേഴ്സ് ബട്ട് ഐ ഡിഡ്. അവന് ഈ കാര്യം മോശമാക്കണമെന്ന് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അവനറിയാതെ അവൻ്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടിരുന്നു. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ അൺടിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. അങ്ങനെ എന്ത് സംഭവിച്ചു? ആ ഇൻഫെക്ഷൻ അവൻ്റെ ഒരു കണ്ണിൽ നിന്ന് അടുത്ത കണ്ണിലേക്ക് പകർന്നു. നോ ട്രീസ്, നോ സ്പാരോസ്, നോ ഫേസസ്, നോ ലോവ്സ് ഓഫ് ബ്രെഡ്.
ഇപ്പോൾ അവന് ഒന്നും കാണുന്നില്ല. ചുറ്റുമുള്ള മരങ്ങളെയോ കുരുവികളെയോ ചുറ്റുമുള്ള മുഖങ്ങളെയോ ആൾക്കാരെയോ അപ്പകഷ്ണങ്ങളെയോ ഒന്നും അവൻ കാണുന്നില്ല. By the time I turned 5, I was completely blind. അവൻ 5 വയസ്സായപ്പോഴേക്കും തന്നെ അവൻ പൂർണ്ണമായും അന്ധനായി. My world was dark and dangerous. I stumbled about the house, banging into chairs, the walls, the door. അങ്ങനെ അവൻ്റെ ലോകം വളരെ ഇരുണ്ടതും അപകടങ്ങൾ നിറഞ്ഞതുമായി. അവൻ പലപ്പോഴും വീട്ടിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ അവിടെയും ഇവിടെയൊക്കെ തട്ടി തെന്നി വീഴുന്ന അവസ്ഥ വരെ വന്നു. മൈ ബോഡി ഏക്ഡ്. വേർ ഈസ് ദ സൺ? ഐ ക്രൈഡ്. അവൻ്റെ ശരീരം വേദനിച്ചു. അവന് സൂര്യനെയോ മറ്റുമൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരെ ആയി. But the sun did not come. I sat by the window, training my ears to do what my eyes could not. അവൻ സൂര്യനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവന് കാണാൻ സാധിച്ചില്ല. അവൻ ആ വിൻഡോയുടെ അടുത്തിരുന്ന് അവന് കാണാൻ കഴിയില്ലെങ്കിലും ചെവി കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അവൻ സ്വയം പരിശീലിച്ചു. ക്ലാങ് ബാങ്, കിഷ് കിഷ്, that was Papa in his shop. അവൻ ചുറ്റുമുള്ള സൗണ്ടുകളെ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്ലാങ് ബാങ്, കിഷ് കിഷ്, എന്തായിരുന്നു ആ സൗണ്ട്? അവൻ്റെ അച്ഛൻ കടയിൽ നിൽക്കുന്ന ആ സൗണ്ടായിരുന്നു അവൻ അവിടെ കേട്ടത്. പിന്നെ അവൻ വേറെ ചില സൗണ്ടുകൾ കൂടെ കേട്ടു. സൂഷ് സ്വിഷ്, സൂഷ് സ്വിഷ്, ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. ഒരുപാട് സ്ത്രീകൾ മാർക്കറ്റിലേക്ക് പോകുന്നത്, അതിൻ്റെയൊക്കെ സൗണ്ട് അവൻ ശ്രദ്ധിച്ചു. ക്ലാം ക്ലാം, സ്റ്റോം, സോൾജേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ്. ഒരുപാട് പട്ടാളക്കാർ അവൻ്റെ അടുത്തുള്ള വഴിയിൽ കൂടെ മാർച്ച് ചെയ്ത് പോകുന്നതും ഒക്കെ അവൻ്റെ ചെവി കൊണ്ട് കേൾക്കാമായിരുന്നു. അവൻ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. ഗർ ഗർ, റഫ് റഫ്, ഗർ, ദ നെയ്ബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു നൈറ്റ്. അപ്പോൾ വീണ്ടും മറ്റൊരു ശബ്ദം കൂടെ അവൻ കേട്ടു. അവൻ്റെ വീടിനടുത്തുള്ള ഒരു പട്ടി കുരയ്ക്കുന്ന, അല്ലെങ്കിൽ പട്ടി ശബ്ദമുണ്ടാക്കും അല്ലേ, ഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കാറുണ്ട്. അതൊക്കെ അവൻ ശ്രദ്ധാപൂർവം കേട്ടു. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്. പപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും അവൻ്റെ കുടുംബം, അവൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ അവന് വേണ്ടി ചെയ്തു. അവൻ്റെ അച്ഛൻ അവനൊരു മരം കൊണ്ടുള്ളൊരു വടി ഉണ്ടാക്കി കൊടുത്തു. ഈച്ച് ഡേ ഐ വാക്ക്ഡ് എ ലിറ്റിൽ, ടാപ്പ് 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 ടാപ്പ്, കൗണ്ടിങ് ദ സ്റ്റെപ്സ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ദ ഗാർഡൻ, ദ വൈൻയാർഡ് ആൻഡ് ദ ചിക്കൻ കൂപ്പ്, ദ ബേക്കേഴ്സ് ആൻഡ് ദ മില്ലേഴ്സ് ആൻഡ് ബാക്ക് ടു പപ്പാസ് ഷോപ്പ്. അവൻ ആ വടി കൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള സൗണ്ടുകളും അതുപോലെ തന്നെ അവൻ പല സ്ഥലങ്ങളിലിടയിലുള്ള ദൂരങ്ങളുമൊക്കെ മനസ്സിലാക്കി. അതിനനുസരിച്ച് അവൻ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. അവൻ്റെ വീടും അവൻ്റെ പൂന്തോട്ടവും തമ്മിലുള്ള ദൂരവും, അതുപോലെ തന്നെ വൈൻയാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരിത്തോപ്പും അതുപോലെ തന്നെ അവൻ്റെ കോഴിക്കൂടും അതിൻ്റെ ഇടയിലുള്ള ദൂരങ്ങളും, അതുപോലെ തന്നെ ബേക്കറിൻ്റെയും മില്ലറിൻ്റെയും ഇടയിലുള്ള ദൂരവും ഒക്കെ അവൻ മനസ്സിലാക്കി. വളരെ ശ്രദ്ധാപൂർവം പതുക്കെ പതുക്കെ അവൻ നടക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. മൈ ബ്രദർ ടോട്ട് മീ ടു വിസിൽ. അപ്പോൾ അവൻ്റെ
സഹോദരനും അവനെ വളരെയധികം സഹായിച്ചു. അവനെ വിസിൽ ചെയ്യാൻ പഠിപ്പിച്ചു. ആൻഡ് വെൻ ദ സൗണ്ട് എക്കോഡ് ബാക്ക് ഇറ്റ് വാണ്ട് മീ ഓഫ് തിങ്സ് ഇൻ മൈ പാത്ത്. അങ്ങനെ വിസിൽ ചെയ്യുമ്പോൾ അവനുണ്ടാക്കുന്ന സൗണ്ടിൻ്റെ എക്കോ കൊണ്ട് അവൻ്റെ മുന്നിലുള്ള അവൻ്റെ തടസ്സങ്ങളെല്ലാം അവന് മനസ്സിലാക്കാനും അവൻ്റെ വഴി അവന് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. മൈ സിസ്റ്റേഴ്സ് മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ്. അങ്ങനെ അവൻ്റെ സഹോദരിമാർ അവന് വൈക്കോൽ കൊണ്ടുള്ള ആൽഫബറ്റ് ഉണ്ടാക്കി അവന് വായിക്കാനും അത് ഫീൽ ചെയ്ത് വായിക്കാനുള്ള വൈക്കോൽ ആൽഫബറ്റൊക്കെ ഉണ്ടാക്കി അവനെ സഹായിച്ചു. പപ്പ മെയ്ഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ഫോർ മീ വിത്ത് ലെതർ സ്ട്രിപ്സ് ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്പ് നെയിൽസ് ഇൻ ടു ബോർഡ്സ്. അങ്ങനെ അവൻ്റെ അച്ഛൻ ലെതർ സ്ട്രിപ്പ് കൊണ്ട് ആൽഫബറ്റ് ഉണ്ടാക്കി. മാത്രമല്ല ആണികൾ കൊണ്ട്, റൗണ്ടായിട്ടുള്ള ആണികൾ ബോർഡിൽ തറച്ചുകൊണ്ട് അങ്ങനെയും ആൽഫബറ്റ് ഉണ്ടാക്കി അവനെ വായിക്കാൻ ഒക്കെ സഹായിച്ചു. വിത്ത് മാമ ഐ പ്ലേഡ് ഡോമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. അവൻ്റെ അമ്മയുടെ കൂടെ ഡോമിനോസ് കളിച്ചു. ഡോമിനോസ് എന്ന് പറയുന്നത് ഒരുതരം കളിയാണ്. അതിലെ ഡോട്ടുകളൊക്കെ എണ്ണിക്കൊണ്ട് അവൻ്റെ അമ്മയുടെ കൂടെ ഡോമിനോസ് കളിച്ചു. The village priest taught me to recognize trees by their touch, flowers by their scent, and birds by their song. അങ്ങനെ അവൻ്റെ വില്ലേജിലുള്ള ഒരു പുരോഹിതൻ, ഒരു പ്രീസ്റ്റ്, അവനെ മറ്റു ചില കാര്യങ്ങളും പഠിപ്പിച്ചു. അതായത് മരങ്ങളെയൊക്കെ തൊട്ട് മനസ്സിലാക്കാനും ചുറ്റുമുള്ള പൂക്കളുടെ മണം കൊണ്ട് പൂക്കളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചുറ്റുമുള്ള പക്ഷികളുടെ സൗണ്ട് കൊണ്ട് അവരുടെ പാട്ട് കൊണ്ട് പക്ഷികളെ മനസ്സിലാക്കാനും ഒക്കെ അവനെ ആ പ്രീസ്റ്റ് പഠിപ്പിച്ചു. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക്ഡ് ഹിം. അപ്പോൾ അവൻ ആ പ്രീസ്റ്റിനോട് അവന് വായിക്കാൻ എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്, ഐ ആം സോറി. അപ്പോൾ ആ പുരോഹിതൻ, എൻ്റെ കയ്യിൽ അത്തരം പുസ്തകങ്ങളൊന്നുമില്ല, ഐ ആം സോറി എന്ന് പറഞ്ഞു. വെൻ ഐ വാസ് ഓൾഡർ ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് അതർ വില്ലേജ് ചിൽഡ്രൻ. അങ്ങനെ ഞാൻ വളർന്നപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവൻ്റെ ആ ഗ്രാമത്തിലുള്ള സ്കൂളിലേക്ക് അവൻ പോയി. ഓൾ ഡേ ദേ റോട്ട് ഡൗൺ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് ഓർ റീഡ് അലൗഡ് ഫ്രം പ്രിൻറ്റഡ് പേജസ്. മറ്റു കുട്ടികളൊക്കെ വളരെ നമ്പേഴ്സും വേർഡ്സും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഐ സാറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ലിസണിങ് ആൻഡ് മെമ്മറൈസിങ്. പക്ഷെ അവൻ ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്ന് എല്ലാം കേട്ട് എടുക്കുകയും എല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക്ഡ് മൈ ടീച്ചർ. അവിടെയും അവന് വായിക്കാൻ എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ എന്ന് അവൻ്റെ ടീച്ചറിനോട് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. നോ ലൂയിസ്, ദ ടീച്ചർ റിപ്ലൈഡ്. അപ്പോൾ ടീച്ചർ എന്താണ് മറുപടി കൊടുത്തത്? ഇല്ല, ടീച്ചറുടെ കയ്യിലും അവന് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊന്നുമില്ല എന്നാണ് ടീച്ചർ അവനോട് പറഞ്ഞത്. ഐ എം സോറി, but I didn't want people to feel sorry for me. I just wanted to read and write my own like everyone else. പക്ഷേ അവനൊരിക്കലും മറ്റാളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മറ്റാളുകളുടെ സഹതാപം പിടിച്ചു പറ്റുന്ന ഒരാളായി മാറാൻ അവനൊട്ടും ആഗ്രഹിച്ചില്ല. അവനവന് മറ്റുള്ളവരെ പോലെ തന്നെ സ്വന്തമായി വായിക്കാനും എഴുതാനും ഒക്കെ കഴിയണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. ദാറ്റ് വാസ് വെൻ എ നെയ്ബർ ഓഫ് മൈൻ, എ മാർക്വിസ് വിത്ത് ഇൻഫ്ലുവൻസ്, ഗോട്ട് മീ അഡ്മിറ്റഡ് ടു ദ റോയൽ സ്കൂൾ ഓഫ് ബ്ലൈൻഡ് ഇൻ പാരീസ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു മാർക്വിസ്,
മാർക്വീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ പ്രഭു. അപ്പോൾ എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു മാർക്വീസിൻ്റെ സ്വാധീനത്താൽ എനിക്ക് പാരീസിലുള്ള റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡിൽ അഡ്മിഷൻ കിട്ടി. ഐ വാസ് എക്സൈറ്റഡ്. ഐ വാസ് ടോൾഡ് ദർ വുഡ് ബി ബുക്സ് ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ സ്കൂൾ. എനിക്ക് വളരെയധികം താല്പര്യം തോന്നി, വളരെയധികം സന്തോഷമായി. താൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ തനിക്ക് വായിക്കാൻ അനുയോജ്യമായിട്ടുള്ള ബുക്സുകളും ആ സ്കൂളിൽ ഉണ്ടാകുമെന്ന് അവൻ ഇപ്പോൾ അറിഞ്ഞു. ബട്ട് മാമ തോട്ട് ഐ വാസ് ടു യങ് ടു ബി അവേ ഫ്രം ഹോം. ഐ വാസ് ഓൺലി 10 then. പക്ഷേ എൻ്റെ അമ്മ ആദ്യം എന്നെ ആ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, എനിക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ അമ്മ ആദ്യം എന്നെ സ്കൂളിലേക്ക് അയക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. ഐ ലവ് യു, ഐ ടോൾഡ് മാമ ആൻഡ് പാപ്പ, ബട്ട് ഐ മസ്റ്റ് ഗോ. അപ്പോൾ നമ്മുടെ ബ്രെയ്ലി തൻ്റെ അച്ഛനോടും അമ്മയോടും തനിക്ക് അവരെ വളരെ ഇഷ്ടമാണെന്നും താൻ അവരെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ്, പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ സ്കൂളിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് മീ ടു ദ ലൈബ്രറി. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ എത്തിയപ്പോൾ അവിടെയുള്ള ഗൈഡ് എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. He taught me to read by tracing the raised letters on the board with my fingers. അങ്ങനെ അവിടെ അന്ധർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വായിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ളൊരു ബോർഡിൽ അതിൽ കുറേ ലെറ്റേഴ്സ് കൊത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ തൊട്ട് വായിക്കാൻ അവരെന്നെ പരിശീലിപ്പിച്ചു. My fingers traced each other just as I had done with the letters Papa had made for me at home. അപ്പോൾ മുമ്പൊക്കെ എൻ്റെ അച്ഛനും സഹോദരിമാരും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതുപോലെ ഒരു ബോർഡിൽ അക്ഷരങ്ങൾ വായിക്കാനുള്ള പരിശീലനം ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ബട്ട് ദ ബോർഡ് വാസ് ലോങ്, ഓൾ ദ ലെറ്റേഴ്സ് were too large. പക്ഷേ മുമ്പത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ ഒരു പ്രത്യേക ബോർഡ് വളരെ വലുതായിരുന്നു. ലെറ്റേഴ്സൊക്കെ വളരെ വലുതായിരുന്നു. ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ വളരെ ചുരുക്കം സെൻറ്റൻസ് കഴിയുമ്പോൾ തന്നെ അടുത്ത പേജിലേക്ക് കടക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ദ വേർഡ്സ് were as large as my hand. A sentence took up a half a page. അപ്പോൾ വേർഡ്സൊക്കെ വളരെ വലുതായിരുന്നു, എൻ്റെ കൈയോളം തന്നെ വലുപ്പമുണ്ടായിരുന്നു. ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ തന്നെ പകുതി പേജ് കഴിയുന്ന ഒരവസ്ഥയായിരുന്നു. I sighed, even if I read 100 books like this, how much could I learn? അപ്പോൾ അവൻ വളരെ തളർന്നിരിക്കുകയായിരുന്നു. അവൻ ആലോചിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രത്തോളം ബുക്കുകൾ വായിക്കാൻ കഴിയും, എനിക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയും എന്നൊക്കെ അവൻ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. The next day, headmaster summoned a meeting of the students. Everyone had gathered in the big room. അങ്ങനെ പിറ്റേ ദിവസം അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഡോക്ടർ പിഗ്നിയർ, the headmaster spoke to us. A French army captain has invented a code to send secret messages during war. The code is read by touch, not by sight, so we might use it here too. അപ്പോൾ അവരെല്ലാവരും ഒരു വലിയ മുറിയിൽ ഒത്തുകൂടി. അപ്പോൾ ആ ഹെഡ്മാസ്റ്ററിൻ്റെ പേരെന്താണ്? പിഗ്നിയർ എന്ന് പറയുന്ന ഹെഡ്മാസ്റ്റർ അവരോട് പറഞ്ഞു, ഫ്രഞ്ച് ആർമി ഒരു കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിൽ സീക്രട്ടായിട്ടുള്ള മെസ്സേജൊക്കെ കൈമാറാൻ
തക്കതായ ഒരു കോഡ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കോഡിൻ്റെ പ്രത്യേകത എന്താണ്? അത് കണ്ണുകൊണ്ട് വായിക്കാൻ പറ്റില്ല, അത് തൊട്ട് മാത്രമേ വായിക്കാൻ കഴിയൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ പരീക്ഷിക്കാം, അത് നമുക്കിവിടെ ഉപയോഗിക്കാം എന്ന് ഹെഡ് മാസ്റ്റർ അവരോട് പറഞ്ഞു. യു ആർ ഈച്ച് ഹോൾഡിംഗ് എ മെസ്സേജ് റിട്ടേൺ വിത്ത് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ആ മെസ്സേജ് കൊടുത്തു. എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഓഫ് ഡോട്ട്സ് ആണ്, കുറേ ഡോട്ടുകൾക്കുള്ള ഒരു പാറ്റേൺ ആണ്. The headmaster continued, each pattern stands for a sound such as ഔ, ച്. അപ്പോൾ ആ ഓരോ പാറ്റേണും ഓരോ സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഔ, ച് തുടങ്ങിയ ഓരോ സൗണ്ടിനെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. വി ലിസൺഡ് ആസ് ഹി എക്സ്പ്ലെയിൻഡ്. അങ്ങനെ ഞങ്ങളിത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസൻറ്റ് ഈസി, ദർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. അതത്ര ഈസി ആയിരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ ഐ മൂവ്ഡ് മൈ ഫിംഗേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫീലിംഗ് ദ ഡോട്ട്സ്. അങ്ങനെ ആ ഡോട്ടുകളൊക്കെ തൊട്ട് ഞങ്ങളത് വായിക്കാൻ ശ്രമിച്ചു. പേജുകൾ മറിച്ച് ഇടത്തുനിന്ന് വലത്തേക്ക് ഓരോ ഡോട്ടുകളും തൊട്ട് അത് ഫീൽ ചെയ്ത് ഞങ്ങളത് വായിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഫാൾ ബാക്ക്, ഐ സഡൻലി ഷൗട്ടഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. എവരി വൺ ലോഫ്ഡ്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ ഓഫ് കോഴ്സ്. പെട്ടെന്ന് ബ്രെയ്ലി ഫാൾ ബാക്ക് എന്ന് ഷൗട്ട് ചെയ്തു. അത് ഒരു യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിരുന്നു. പെട്ടെന്ന് അവൻ ഉറക്കെ ഫാൾ ബാക്ക് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് ഒന്ന് ചിരിച്ചു. ബട്ട് നൗ മൈ ഹേർട്ട് പൗണ്ടഡ് വിത്ത് ഹോപ്പ്. ഐ ആസ്ക്ഡ് ഫോർ അനദർ. അങ്ങനെ അവൻ കൂടുതൽ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവൻ്റെ മനസ്സിൽ ഉണ്ടായി. അവൻ മറ്റൊരു കാര്യം വായിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. അഗെയിൻ ഐ ടച്ച് ദ ഡോട്ട്സ്. Supplies arrive at dawn, I read. The others shouted their messages too. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ അവൻ അടുത്തൊരു മെസ്സേജ് കൂടെ വായിച്ചു. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ എന്നവൻ ഉറക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരും അത് വായിച്ച് കാര്യങ്ങൾ ഉറക്കെ ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. The headmaster taught me to make dot patterns with stylus on a paper kept under a wooden frame. അങ്ങനെ ഒരു സ്റ്റൈലസ്, ഒരു പെന്ന് പോലുള്ള ഒരു ഉപകരണമാണ് സ്റ്റൈലസ്. സ്റ്റൈലസ് കൊണ്ട് വുഡൻ ഫ്രെയിമിൻ്റെ അടിയിൽ പേപ്പർ വെച്ച് അതിനകത്ത് ഡോട്ട്സ് ഇട്ട് വായിക്കാൻ അവരെ ഹെഡ് മാസ്റ്റർ പഠിപ്പിച്ചു. I made a few of the dot patterns, then flipped the paper to read them by touch. For many weeks I practiced. അങ്ങനെ ഹെഡ് മാസ്റ്റർ പഠിപ്പിച്ചതുപോലെ ഒരുപാട് ഡോട്ട് പാറ്റേൺസ് ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ഡോട്ട് പാറ്റേൺസ് ഉണ്ടാക്കി പേപ്പർ തിരിച്ച് അത് തൊട്ട് അവൻ വായിക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആഴ്ചകളോളം അവനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. The code was different from the normal alphabet. The code stood for sounds, not letters. അപ്പോൾ ആ കോഡ് നോർമലായിട്ടുള്ള സാധാരണ ആയിട്ടുള്ള അക്ഷരമാലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് കൂടുതൽ സൗണ്ട്സിനെയാണ് റെപ്രസെന്റ് ചെയ്തത്, ലെറ്റേഴ്സിനെ അല്ല. Why shouldn't we spell words and write sentences like people with normal eyesight? അപ്പോൾ ബ്രെയ്ലി ചിന്തിച്ചു, എന്തുകൊണ്ട് മറ്റുള്ള ആളുകളെ പോലെ എഴുതാനും വായിക്കാനും വാക്കുകൾ ഉച്ചരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമുക്കതിന് ശ്രമിച്ചുകൂടെ എന്ന് ബ്രെയ്ലി ചിന്തിച്ചു. I thought I set to work on the idea. അതിനുവേണ്ടി പരിശ്രമിക്കാൻ അവൻ തീരുമാനിച്ചു.
Late at night, while the others slept, I bent over my slate and punched the pages. അപ്പോൾ രാത്രി വൈകി ഉറക്കം ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് അപ്പോൾ രാത്രി വൈകി ഉറങ്ങാതെ ഇരുന്ന് അവൻ സ്ലേറ്റിൽ പേജുകൾ പഞ്ച് ചെയ്യാൻ തുടങ്ങി. പഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മേക്കിംഗ് ഹോൾസ്. അങ്ങനെ ഹോൾ ഇട്ട് പഞ്ച് ചെയ്യാൻ തുടങ്ങി ഓരോ പേജുകളിലായിട്ട്. I tried hundreds of ways to simplify the captain's code. അങ്ങനെ ആ ക്യാപ്റ്റൻസ് കോഡ്, ആ കോഡ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ലളിതമാക്കാൻ വേണ്ടി പല പല വഴികൾ, നൂറുകണക്കിന് വഴികൾ അവൻ പരീക്ഷിച്ചു. I worked until my back was stiff and my fingers ached. അതിനുവേണ്ടി അവൻ കഠിനമായി പരിശ്രമിച്ചു. അവന്റെ നടു വളയാതിരിക്കുന്നവരെ, അല്ലെങ്കിൽ അവന്റെ കൈ വേദനിക്കുന്നത് വരെ അവൻ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചു. A year passed, then another and another. That winter I turned 15. I was often sick, but I wouldn't rest. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, ഓരോ വർഷങ്ങളായി ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു വിന്ററിൽ അവന് 15 വയസ്സ് പ്രായമായി. അപ്പോഴേക്കും അവന് വളരെയധികം അസുഖം ബാധിതനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവൻ തളർന്നില്ല. അവൻ അവന്റെ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. Finally, it was ready to test. അങ്ങനെ അവൻ അവന്റെ പ്രയത്നം അവൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. I asked the headmaster to choose a book from his own library, a book I had never heard of before. അങ്ങനെ അവൻ അവന്റെ ഹെഡ്മാസ്റ്ററിനോട് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് സെലക്ട് ചെയ്യാനും അത് വായിക്കാനും അവൻ ആവശ്യപ്പെട്ടു. അവൻ ആ ബുക്കിനെ പറ്റി നേരത്തെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. Please read it aloud, sir, I said. അവൻ ഹെഡ്മാസ്റ്ററോട് ആ ബുക്ക് വളരെ ഉറക്കത്തിൽ വായിക്കാൻ ആവശ്യപ്പെട്ടു. Dr. Pignier began. After a few minutes, I interrupted. You can go much faster, sir. അങ്ങനെ പിഗ്നിയർ വായിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ കുറച്ചും കൂടെ വേഗത്തിൽ വായിക്കാമോ എന്ന് അവൻ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു. As he read, I copied down the words, spelling each one correctly. അങ്ങനെ ഹെഡ്മാസ്റ്റർ വായിക്കുന്നതനുസരിച്ച് അവൻ ഓരോ വേർഡുകളായിട്ട് അവൻ ആ പേപ്പറിൽ കോപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. My new code used just 6 dots arranged in 2 columns like dominoes. അങ്ങനെ അവന്റെ പുതിയ കോഡ് എന്ന് പറയുന്നത് ഒരു 6 ഡോട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക കോഡായിരുന്നു. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? 2 കോളമായിട്ട്, ഡോമിനോസ് ഗെയിം പോലെ 2 കോളമായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരുന്നു അവന്റെ ആ പുതിയ കോഡ് ഉണ്ടായിരുന്നത്. ഈച്ച് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. ഓരോ ഡോട്ട് പാറ്റേണും ആൽഫബറ്റിലെ ഓരോ ലെറ്റർ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. The headmaster stopped reading when he came to the end of the chapter. അങ്ങനെ ചാപ്റ്ററിന്റെ അവസാനമായപ്പോഴേക്കും ഹെഡ്മാസ്റ്റർ തന്റെ വായന അവസാനിപ്പിച്ചു. I turned my pages over. Reading by touch, I recited the entire chapter. അങ്ങനെ പേജ് മറിച്ചുകൊണ്ട് ബ്രെയിലി ആ ചാപ്റ്റർ മുഴുവൻ തൊട്ട് വായിച്ചു. Louis, you did it, the headmaster shouted. ഹെഡ്മാസ്റ്റർ വളരെ ആശ്ചര്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ ലൂയി, നിനക്കതിന് സാധിച്ചു, നീ അത് ചെയ്തു. The word spread quickly. ആ വാർത്ത അവിടെ എങ്ങും പരന്നു. The other students rushed to try it. മറ്റുള്ള സ്റ്റുഡൻസ് എല്ലാം ഓടി വന്ന് അതിനുവേണ്ടി വായിക്കാൻ വേണ്ടി ശ്രമിച്ചു.
സോ ഈസി ദേ സെഡ്. വളരെ എളുപ്പമായിരിക്കുന്നു, ഇത് വളരെ ഈസിയാണ് വായിക്കാൻ. ആൻഡ് സോ ഫാസ്റ്റ് we can read words and write sentences like everyone else. ഇത് വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റുമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. വളരെ വേഗത്തിൽ നമുക്ക് ഓരോ വേർഡും ഓരോ ലെക്ചറും നമുക്ക് എല്ലാവരെയും പോലെ, കണ്ണ് കാണുന്നവരെ പോലെ തന്നെ വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും എന്ന് അവിടെയുള്ള എല്ലാവരും ലൂയിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. യെസ്, ഐ ഹാഡ് ഡൺ ഇറ്റ്. അങ്ങനെ ഞാനത് സാധിച്ചു, എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ലൂയി സ്വയം അവനോട് തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ മനസ്സിലായെന്ന് കരുതുന്നു. വേർഡ് മീനിങ് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വേർഡ് മീനിങ് ഒക്കെ വായിച്ച് ഈ ക്ലാസ് ഒന്നും കൂടെ കേട്ട് ഈ ചാപ്റ്റർ നന്നായി വായിക്കുക. ഈ ചാപ്റ്ററിന്റെ ഓർഡറിന്റെ പേരെന്താണ്? ജെൻ ബ്രയൻ. ജെൻ ബ്രയൻ ഈസ് an American poet, biographer and fictionist. Her works are mostly for children and young adults. ഒരു അമേരിക്കൻ പോയറ്റ് ആണ് ജെൻ ബ്രയൻ. അവരുടെ വർക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളത്. She is famous for award-winning books, The Right Words and A River of Words. അവരുടെ ഫേമസ് ആയിട്ടുള്ള അവാർഡ് വിന്നിംഗ് ബുക്സ് ആണ് The Right Words and The River of Words. അപ്പോൾ ഈ ചാപ്റ്റർ വീണ്ടും വീണ്ടും വായിക്കുക. നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.